CPI മന്ത്രിമാർ ആ പരിശ്രമത്തിൽ വരാനിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കും എന്ന് ഉറപ്പുണ്ടോ? ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. ഒരു കാര്യം, നിങ്ങളുടെയൊക്കെ ചോദ്യം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. നമ്മളെങ്ങനെയാണ് ഈ കാര്യങ്ങളെ പ്രെഡിക്റ്റ് ചെയ്യുകയാണോ, അല്ല മുന്നിലുള്ള വസ്തുതകൾ വെച്ച് കാര്യങ്ങൾ പറയുകയാണോ? അപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ ആണെങ്കിൽ ചർച്ചയിൽ കുറെ കണിശന്മാരായിട്ടുള്ള എന്താ പറയുക, അല്ലെങ്കിൽ എന്താ ഈ കബഡിയൊക്കെ നിരത്തി നോക്കുന്ന ആളുകളെല്ലാം ഉണ്ടല്ലോ. ആ പേരെന്താണ് പറയാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അത് വഴിയേ അറിഞ്ഞോളൂ. ഇപ്പൊ നേരത്തെ ഇടതു പ്രതിനിധി സജീഷ് പറഞ്ഞത് ഈ കബഡി നിരത്തുന്നവരുടെ പേരറിയില്ല, അദ്ദേഹം തപ്പിത്തടയുന്നു കണ്ടു. ഒരു കാര്യം ചെയ്താൽ മതി, അടുത്ത ദിവസം അങ്ങ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ചെല്ലുമ്പോൾ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിച്ചാൽ മതി. അദ്ദേഹം അടിക്കടിക്ക് ഈ കബഡി നിരത്തുന്നവരുടെ അടുത്ത് പോകുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടല്ലോ. അപ്പോൾ പാഴൂർ പടിപ്പുര വരെ ഒന്നും പോകണ്ട, അങ്ങയുടെ AKG സെന്ററിൽ ചെന്നാൽ ഈ കബഡി നിരത്തുന്നത് ആരാണ്, അതിന്റെ പേരെന്താണ്, കണിയാന്റെ പേരെന്താണ് എന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞു തരും. ഇനി അങ്ങ് ചോദിച്ചു ഏത് CPI മന്ത്രിമാർ വരുന്ന മന്ത്രിസഭയിൽ പങ്കെടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ മുസ്ലിം ലീഗ് മുന്നണിയിലേക്ക് വരുമോ എന്നോ കേരള കോൺഗ്രസ് ജോസഫ് വരുമോ എന്നോ ഒന്നുമല്ല. അതായത് അപ്പുറത്ത് നിൽക്കുന്നവർ ഇപ്പുറത്തോട്ട് വരുമോ എന്നല്ല. കഴിഞ്ഞ ദിവസം വരെ നിങ്ങളുടെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തവർ, കഴിഞ്ഞ ദിവസം വരെ നിങ്ങളുടെ ഒപ്പം ഉണ്ടുറങ്ങി താമസിച്ചവർ, അവർ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ വീട്ടിലുണ്ടാകുമോ, നിങ്ങളുടെ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കണ്ടെത്താൻ കൂടി ആ കണിയാനോട് പറഞ്ഞാൽ സംസ്ഥാന സെക്രട്ടറി ഇടപെട്ട് ആ കണിയാനോട് അതിനുകൂടി ഒന്ന് കബഡി നടത്താനോ മഷിനോട്ടം നടത്താനോ പറഞ്ഞ് കണ്ടെത്തേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്തിയെങ്കിൽ അയ്യേ നാണക്കേട് എന്നേ പറയാനുള്ളൂ. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാം.